ഇവിടെ ചോദിച്ചു മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുണ്ട് എന്ന്. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നത് അതൊന്നും നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് അതിന് ബോണ്ട് ഡിബഞ്ചർ എന്നുള്ള രീതിയിലൊക്കെ പേരുകൾ വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു. അത് സ്വീകരിച്ചവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നല്ലോ. ഈ സ്വീകരിച്ച തുകയുടെ വ്യാപ്തിയെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ദേ അഡ്മിറ്റഡ് ഇറ്റ്. ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ അതല്ലല്ലോ, ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. PV എന്ന് പറയുന്നത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അത് അങ്ങനെ ഒരു പേര് ഞാൻ അറിയപ്പെടുന്നില്ല എന്ന് ഒക്കെയുള്ള ഈ മുടന്തൻ ന്യായീകരണങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് സ്വന്തം മകളെയും മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനിയെയും അതോടൊപ്പം തന്നെ ആ കർത്താവിന്റെ കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്ന കാരണത്താൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ, അതാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ മറിയക്കുട്ടിമാരും അന്നമാരും ഒക്കെ തെരുവിലിരിക്കുകയാണ് അവർക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ട്. ഇന്നിപ്പോ നമ്മള് പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത കൂടി കേട്ടു. അവര് ദയാവധത്തിന് പോലുമാണ് ഗവൺമെന്റിനോട് കേടുന്നത്. ജീവിക്കാൻ മറ്റു മാർഗമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ കേരളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സേനാപതി വേണു, ഈ സോഷ്യൽ മീഡിയ ആണല്ലോ, നമുക്കറിയാം മലയാളികൾക്ക് എന്തിനും ഏതിനും ഒരു അഭിപ്രായമുണ്ട്. പണ്ടത് ഈ കവലകളിലൊപ്പം തന്നെ ഈ ചായക്കടകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ്. പക്ഷേ ഒരു തമാശയായിട്ട് അതിനെ തള്ളിക്കളയാമോ എന്നറിയില്ലെങ്കിലും പറയുന്നത് ഈ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ IT കമ്പനി തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ വീണ വിജയന് ഒരു പ്രതിയോഗി ഉണ്ടാകേണ്ട എന്ന് കരുതിയായിരിക്കും ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ പോലും ആർക്കും നൽകാത്തത്, അങ്ങനെ പെൻഷൻ പോലും കൊടുക്കാത്തത് എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു തമാശയ്ക്ക് വകയുള്ള സംഭവമല്ല. താങ്കൾ പറഞ്ഞാലാണ് വന്ധ്യവയോധികരാണ് ഈ റോഡിന് നടുക്ക് കസേര ഇട്ടിരിക്കുന്നതും ദയാവധം ആവശ്യപ്പെടുന്നതും. അത് മറ്റൊരു വിഷയം അല്ല. ഞാൻ പറഞ്ഞത് ഈ പെൻഷനെ കുറിച്ച് ഒരു ടീച്ചറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു പക്ഷേ ലക്ഷ്മിയും ഹരിദാസും ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇവർ എത്ര കാലം ടീച്ചറായിട്ട് ജോലി ചെയ്തു, ഇവർക്ക് കിട്ടിയ പെൻഷൻ ഇനി ആയിക്കോട്ടെ. അതുകൊണ്ടല്ലേ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ പോരെ. ഇത്രയുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോ ഉമ്മൻചാണ്ടി 12-14 മണിക്കൂർ നേരം ജസ്റ്റിസ് ശിവരാജന്റെ മുമ്പിൽ പോയിരുന്ന് ആ വക്കീലന്മാർ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ജസ്റ്റിസിന്റെ കൗണ്ടർ, അദ്ദേഹത്തിനുള്ള സംശയം, ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞില്ലേ. ഇവിടെ സംശയത്തിന്റെ കുന്തമുന നീളുമ്പോ നിങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്താതെ ഇവിടെ SFIO ഇപ്പം സമൻസ് കൊടുത്തിരിക്കുകയാണ്. 12-ാം തീയതി കോടതിയുടെ വിധി ഉണ്ടാകും, ഇല്ലെങ്കിൽ അതിനെ സ്റ്റേ ഉണ്ടാകും എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ 2 കമ്പനികൾ തമ്മിലോ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ കൈക്കൂലി തുക അല്ലെങ്കിൽ മാസപ്പടി തുക എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈകളിലേക്കാണ്. അത് ഒരു സേവനവും ചെയ്യാതെ എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ആ പണം കൊടുത്തുകൊണ്ട് 1.72 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇവർ എത്ര ലക്ഷത്തിന്റെയോ എത്ര കോടിയുടെയോ ആനുകൂല്യങ്ങൾ പിൻവാതിലൂടെയോ അല്ലെങ്കിൽ വഴിവിട്ട രീതിയിലോ നേടിയിട്ടുണ്ട്. ആ നേടിയിട്ടുള്ളത് എന്തൊക്കെയെന്ന് അത് പുറത്തു വരണമെങ്കിൽ ഈ അന്വേഷണം നടക്കണം. ഞാൻ ശ്രീ RS പ്രസാദ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിമർശനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ കേരളം കേവലം ലഘൂകരിക്കേണ്ട ഒരു വിഷയമല്ല, ഇല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ വളരെ പ്രസക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ ഏജൻസി, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി, അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഇവരെല്ലാം പല പല കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ഇതിന്റെ അറ്റം ഒന്ന് അവസാനിക്കണമല്ലോ. ഇത് അവസാനിച്ചു, ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും മേടിച്ചിട്ടില്ല, സേവനത്തിനാണ് കൊടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ സൗജന്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി അവരുടെ തൃപ്തിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് കണ്ടെത്തി ആ വിവരം ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണല്ലോ. ഇവിടെ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത ഒരു ഭാഗത്ത് പ്രസംഗിക്കുന്നു. ഞങ്ങൾ അഴിമതി വിമുക്തരാണ്, ഞങ്ങൾ സംശുദ്ധമായ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിന്റെ അവര് നൽകുന്ന മാസവരിയും സംഭാവനയും ഒക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നാട്ടിലെ ജനങ്ങളോട് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുകയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മക്കളുടെ കമ്പനിയെക്കുറിച്ച്, മരുമകളുടെ കമ്പനിയെക്കുറിച്ച്, ബന്ധുക്കാരന്റെ കമ്പനിയെക്കുറിച്ച്, മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയെക്കുറിച്ച് ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ അവിടെയൊക്കെ കോടാനുകോടികളുടെ ക്രമക്കേടുകളും കമ്മീഷനുകളും ഒക്കെ നടക്കുമ്പോൾ ശരാശരി കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ കേരളത്തിലെ ശരാശരി പൗരന്മാർക്കും ഒരുപക്ഷെ RS പ്രഭാതിനെ പോലെ കമ്മ്യൂണിസത്താൽ അല്ലെങ്കിൽ ഇടതുപക്ഷ അന്ധത ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് സംശയം ഉണ്ടാവത്തില്ല. കാരണം അവർ പാർട്ടി കണ്ണാടിയിലൂടെ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആണ്. പക്ഷെ പാർട്ടി കണ്ണാടിയുടെ അല്ലാതെ നോക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹമുണ്ട്. ഞാൻ മുമ്പൊരു ചാനൽ ചർച്ചയിലും പറഞ്ഞതാണ്, പാം ഓയിലിന്റെ വില
അതായത് മലേഷ്യയിലെ പവർ ആൻഡ് എനർജി കമ്പനിയിൽ നിന്ന് കേരളത്തിലേക്ക് പാം ഓയിൽ ഇറക്കിയപ്പോൾ ഒരു കിലോഗ്രാമിന് 10 രൂപ വില കൂടി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് 1.5 കോടി രൂപയുടെ നഷ്ടം. കരുണാകരൻ പണം മേടിച്ചെന്ന് പറഞ്ഞിട്ടില്ല, മുസ്തഫ ഈയിടെയാണ് മരിച്ചത്, അദ്ദേഹവും പണം മേടിച്ചെന്ന് പറഞ്ഞിട്ടില്ല, ജിജി തോമസിന്റെ പുസ്തകത്തിലുമില്ല. പക്ഷെ ഖജനാവിന് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഏതാണ്ട് കരുണാകരൻ ആ ഭരണം 95-ലെ അദ്ദേഹത്തിന്റെ ഭരണം 94 അവസാനിച്ചതിന് ശേഷം ലീഡർ ശ്രീ കെ കരുണാകരൻ ജീവിച്ചിരുന്ന മുഴുവൻ കാലഘട്ടവും അദ്ദേഹം വേട്ടയാടപ്പെട്ട ഒരു കേസാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, അന്ന് ഈ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തുകയും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് വല്ലാതെ പ്രസംഗം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവരിപ്പോ ഇതൊന്നും അന്വേഷിക്കാൻ പാടില്ല, SFIO വരാൻ പാടില്ല, അതല്ല എങ്കിൽ ED വരാൻ പാടില്ല, മറ്റന്വേഷണം ഉണ്ടാകാൻ പാടില്ല, എക്സാലോജിക്കൽ കമ്പനിയുടെ രേഖകൾ ഇനി ചോദിക്കാൻ പാടില്ല, വീണ വിജയനുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, AKG മന്ദിരത്തിന്റെ അഡ്രസ്സിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അന്വേഷണം അവിടെയും കൂടി നടക്കണം, അവിടെയും കൂടി നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പോ അന്വേഷണത്തിന്റെ കുന്തമുന ഇപ്പോൾ അത് ചെന്ന് അങ്ങ് എത്തും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വേവലാതി, ഈ വിരളി പിടിക്കൽ എന്ന് പറയുന്നത് അത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ അത് നിയമവാഴ്ചയോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഒന്നാം ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.